ഓപ്പറേഷൻ തൂഫാനിൽ തകർന്നടിഞ്ഞ എക്സൈസ് ഓപ്പറേഷൻ തണ്ടർ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ തീവ്ര പരിശോധനയുമായി ഉടുമ്പൻചോല എക്സൈസ്. വാർത്തകൾക്ക് പിന്നാലെ ഇന്ന് നെടുങ്കണ്ടം ടൗണിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക പരിശോധനയാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്നത്. നെടുങ്കണ്ടം ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ 7 ലക്ഷം രൂപ വിലമതിക്കുന്ന 200 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. എക്സൈസിന് പരിശോധനകൾ നടത്തുവാൻ ഒരു വാർത്ത വേണ്ടി വന്നു. ഇന്നലെയാണ് ഇടുക്കി വിഷൻ ഈ വാർത്ത പുറത്തുവിട്ടത്. ഇതുവരെയും ഉറക്കം നടിച്ചിരുന്ന ഉദ്യോഗസ്ഥർ വാർത്ത വന്നതിന് പിന്നാലെ സടകുടഞ്ഞ് എഴുന്നേറ്റു. ഇന്ന് വ്യാപക പരിശോധനയാണ് നെടുങ്കണ്ടം മേഖലയിൽ നടത്തിയത്. നെടുങ്കണ്ടം ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ 7 ലക്ഷം രൂപ വിലമതിക്കുന്ന 200 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. നെടുങ്കണ്ടത്ത് പച്ചക്കറി പലചരക്ക് കച്ചവടത്തിന്റെ മറവിൽ ഹാൻസ്, കൂൾ, ഗണേഷ് പോലെയുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. നെടുങ്കണ്ടം ടൗണിൽ പുത്തൻവീട്ടിൽ സ്റ്റോഴ്സ് ഉടമ ഷമീർ ഷംസുദ്ദീന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 15 ചാക്കുകളിൽ സൂക്ഷിച്ച 1000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. ഉടുമ്പൻചോല താലൂക്കിലെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ മൊത്ത കച്ചവടക്കാരനായിരുന്നു 35 വയസ്സുള്ള ഷമീർ ഷംസുദ്ദീൻ. തുടർ നടപടികളുടെ ഭാഗമായി പ്രതിയുടെ കടയുടെ പ്രവർത്തനം പുനർപരിശോധിക്കുവാൻ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന് എക്സൈസ് റിപ്പോർട്ട് നൽകും. അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.